നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിച്ചു. കനത്ത രീതിയിലുള്ള നാശനഷ്ടം നടന്നതായിരിക്കുന്ന റിപ്പോർട്ട് അന്താരാഷ്ട്ര മീഡിയയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. കരാർ ലംഘിച്ചതിനുള്ള തിരിച്ചടി എന്നുള്ള ആമുഖത്തോടു കൂടിയാണ് ഇസ്രായേലിന് നേരെ ഇറാൻ്റെ ശക്തമായിരിക്കുന്ന ആക്രമണം ഇന്നലെ രാത്രി നടന്നത്. 2026 ജൂൺ മാസം 8-ാം തീയതിക്ക് ശേഷം ഒരു ഇസ്രായേലിന് നേരെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം നടക്കുന്നത് ഇതാദ്യമായിട്ടാണ്. വടക്കൻ ഇസ്രായേലിൽ മിസൈൽ നേരിട്ട് പതിക്കുകയും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. റാമത്ത് ഡേവിഡ് എയർബേസിന് നേരെയും ആക്രമണമുണ്ടായി. അതിൻ്റെ ചില ഭാഗങ്ങൾക്ക് തീപിടിച്ച തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. ഇപ്പോഴത്തെ നിലവിലെ നേരിട്ടുള്ള ആക്രമണം ഇസ്രായേലും ഇറാനും തമ്മിലാണ് എന്നുള്ളത് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വലിയ രീതിയിൽ ആകാംക്ഷ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. എന്തിനാണ് തങ്ങളിത് ചെയ്തത് എന്നതിനുള്ള ഒരു ന്യായീകരണ കുറിപ്പ് ഇറാൻ്റെ ഭാഗത്ത് പുറത്തു വന്നു. ബെയ്റൂത്തിനെ ആക്രമിക്കരുതെന്നും ലെബനാൻ ആക്രമിച്ചാൽ അത് കരാർ ലംഘനത്തിൽ പെടുമെന്നും അത് തിരിച്ചടിക്കാതെ തങ്ങൾക്ക് നിർവാഹമില്ലെന്നും ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ആക്രമണം ഇസ്രായേൽ വിളിച്ചു വരുത്തിയതാണ് എന്ന തരത്തിലാണ് ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. 4 തവണകളായി 100ഓളം മിസൈലുകൾ പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പരമാവധി പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു. എന്നാൽ മറ്റു ചിലതൊക്കെ നേരിട്ട് പതിക്കുകയും ചെയ്തു. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് 12 മിസൈൽ എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. എന്നാൽ കൃത്യമായിരിക്കുന്ന കണക്കില്ല. ചില അന്താരാഷ്ട്ര മീഡിയകൾ മിസൈൽ ഇങ്ങനെ പതിക്കുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ പുറത്ത് വിടുന്ന സമയത്ത് 12, 24 ഒന്നും അല്ല, ഇഷ്ടംപോലെ ഉണ്ട് എന്നുള്ളത് കൃത്യമാണ്. അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം കാരണം ഇസ്രായേലിൻ്റെ ബന്ധപ്പെട്ട പ്രതിരോധ സംവിധാനം കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതും ഈ പ്രതിരോധ സംവിധാനം ഇല്ലാത്ത ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തിയതാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇതിന് പ്രതികാരമായിട്ട് തെഹ്റാനിലെ കത്തിക്കുമെന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി പെൻഗിൻ പറഞ്ഞ അല്ലെങ്കിൽ ഒരു ഭീഷണിപ്പെടുത്തിയ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിനോടനുബന്ധിച്ച് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജി അത് പ്രതികരിച്ചു. ഇസ്രായേൽ തുടച്ചു നീക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം. അത് വല്ലാതെ കഴിയാതെ തന്നെ അവർക്കത് ബോധ്യമാകും. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭീഷണിക്ക് പകരം കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞുകൊണ്ട് അതിന് പ്രതിരോധം തീർത്തു എന്നുള്ളതും കാണാൻ വേണ്ടി സാധിക്കുന്നു. $2400 മരവിപ്പിച്ച ഇറാൻ്റെ പണം തിരിച്ചു നൽകണമെന്ന് ഇതിനോടനുബന്ധിച്ച് ഇറാൻ പാകിസ്ഥാൻ്റെ മധ്യസ്ഥരോട് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രസ്താവനയും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഈ പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇറാനിലേക്ക് തിരിച്ചതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഈ കാര്യത്തിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഇസ്രായേൽ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് പ്രതികരണങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയും ആക്രമിക്കാൻ വേണ്ടി അനുമതി നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. എന്നാൽ ട്രംപും നെതന്യാഹുവും തമ്മിൽ ഇപ്പോൾ നല്ല ബന്ധത്തിലല്ല. അതുകൊണ്ട് അമേരിക്കയുടെ നിലപാടിനെ അവഗണിച്ചുകൊണ്ട് ഈ ഇറാൻ്റെ തബ്രീസ്, തെഹ്റാൻ, ഇസ്ഫഹാൻ മേഖലകളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയ റിപ്പോർട്ട് പുറത്തു വന്നു. വ്യോമാക്രമണത്തിലൂടെ ബോംബ് സ്ഫോടനം നടത്തി എന്നുള്ളതാണ്. വലിയ തരത്തിലുള്ള ശബ്ദങ്ങൾ കേട്ടതായിരിക്കുന്ന റിപ്പോർട്ട് ഈ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഇറാൻ സ്പീക്കർ മുഹമ്മദ് ബാഗീർ കാലിബാഫ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. ഇറാൻ്റെ നാശത്തിൻ്റെ ആരംഭം തുടങ്ങിയിരിക്കുന്നു. വിശ്രമമില്ലാത്ത രീതിയിൽ തങ്ങളുടെ സൈനികർ തീർച്ചയായിട്ടും അവർക്ക് മേലെ കരുത്ത പ്രഹരമേൽപ്പിക്കുക തന്നെ ചെയ്യും. ലെബനാൻ തങ്ങളുടെ ദേശീയതയുടെ ഭാഗമാണ്. അവരാക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇറാനെ ആക്രമിക്കുക തുല്യം തന്നെയാണ്. അപ്പോൾ ഇറാൻ ആക്രമിച്ച് ഞങ്ങൾ തിരിച്ചടിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ ആവർത്തനങ്ങൾ ഉണ്ടാവും. വടക്കൻ ഇസ്രായേൽ മാത്രമല്ല തങ്ങൾ ലക്ഷ്യമാക്കുന്നത്, സർവ്വമേഖല ലക്ഷ്യമാക്കുന്ന എയർപോർട്ട്, സീപോർട്ട് അടക്കമുള്ള തന്ത്രപ്രധാന മേഖലയിലൊക്കെ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും തങ്ങളുടെ പ്രഹരം പ്രതീക്ഷിക്കാമെന്നുള്ളതും ഈ മേഖലയിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു മാറുന്നതാണ് അവർക്ക് ഉചിതം എന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുകയാണ്. എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയതോടുകൂടി വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഈ മേഖലയിലേക്ക് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. 2-ലധികം എയർപോർട്ടുകൾ അടച്ചതായിരിക്കുന്ന പ്രാദേശിക റിപ്പോർട്ടും പുറത്തു വരുന്നു. ജനങ്ങൾ ജാഗരൂകരാകണമെന്നും പൊതു ഇടങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന രീതികൾ അത്യാവശ്യമല്ലെങ്കിൽ ഒഴിവാക്കണമെന്നുള്ള ജാഗ്രത നൽകിയിരിക്കുന്നു. ഖൊമൈനി ഇൻ്റർനാഷണൽ എയർപോർട്ട് താൽക്കാലികമായിട്ട് അടച്ചിരിക്കുന്ന വിവരം ഇറാനും പുറത്തുവിട്ടിരിക്കുകയാണ്. അവരുടെ പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നു, വ്യോമപാത അടച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എയർപോർട്ടും വ്യോമപാതയും അടക്കപ്പെട്ടിരിക്കുന്നു, ഒരു മുന്നറിയിപ്പ് വരെ എന്നുള്ളതാണ്. താൽക്കാലികമായിട്ട് എന്നുള്ള പരാമർശം ചില റിപ്പോർട്ടിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നു.
ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അത്ര വലിയ രീതിയിലുള്ള സൈനിക ശക്തിയൊന്നും അല്ല, ഞങ്ങൾക്ക് ഒതുങ്ങാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് മുന്നറിയിപ്പ് നൽകി ആക്രമിക്കേണ്ട കാര്യം ഞങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഞങ്ങൾ ആക്രമിക്കും. ഇസ്രായേൽ അത്രേ ഉള്ളൂ, സിമ്പിളായിരിക്കുന്ന കാര്യമാണ്. ഇനി അമേരിക്കയുടെ പ്രതികരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ വല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ട്രംപിൻ്റെ അനുമതിയില്ലാതെ, അതായത് അടിക്ക് തിരിച്ചടി ഇറാൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അത് അവസാനിച്ചു, ഇതിൻ്റെ ആവർത്തനം ഉണ്ടാവരുത് എന്ന് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് പറഞ്ഞിരുന്നു. കുറച്ച് കലുഷിതമായിരിക്കുന്ന സംസാരങ്ങളാണ് ഉണ്ടായത് എന്നുള്ളതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത രീതിയിൽ പോർവിളി നടത്തുന്ന രീതിയിലൊക്കെ സംസാരം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ചില റിപ്പോർട്ട് ന്യൂയോർക്ക് ടൈംസ് അടക്കം പ്രസിദ്ധീകരിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലും താൻ ഈ കാര്യത്തിന് അനുമതി നൽകില്ല എന്ന് പറഞ്ഞ സമയത്ത് അതിനെ ധിക്കരിച്ചുകൊണ്ട് ആക്രമിച്ചതോടെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ സ്വഭാവ രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നു. തങ്ങളെ നിഷേധിച്ചുകൊണ്ടും ധിക്കരിച്ചുകൊണ്ടും ആക്രമണം നടത്തി എത്രത്തോളം പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കും എന്നും മീഡിയക്കാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നു. ഈ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഈ ഒരു അക്രമം പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇസ്രായേലിന് ഒരിക്കലും സാധിക്കുകയില്ല. 100% സപ്പോർട്ട് ഒരിക്കലും അമേരിക്ക ഇസ്രായേൽ നൽകില്ല. ഇനി നൽകിയാൽ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തി അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ അങ്ങനെ ഇല്ലായിരുന്നു. അവരുടെ കയ്യിൽ ആയുധങ്ങളും സംവിധാനങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രയോഗിക്കാൻ പറ്റുന്ന സൈനികരടക്കമുള്ള എല്ലാ യുദ്ധ സംവിധാന കാര്യങ്ങളുമുള്ള ഒരു മഹാരാജ്യം തന്നെയാണ് പേർഷ്യ എന്ന് വിളിക്കുന്ന റിപ്പബ്ലിക് ഓഫ് ഇറാൻ. പക്ഷേ അവരുടെ ശക്തി അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞ കാലങ്ങളിലൊന്നും സാധിച്ചിട്ടില്ല. കാര്യം അവർ യുദ്ധത്തിൽ അങ്ങനെ ഏർപ്പെട്ടു. 1980 ഇറാഖുമായിട്ടുള്ളൊരു നേരിട്ട യുദ്ധം കഴിഞ്ഞാൽ പിന്നീട് അവർ വിശ്രമിച്ചതാണ് ഇത്രയും കാലം. 40 വർഷം ഇപ്പോൾ കഴിഞ്ഞല്ലോ. അപ്പോൾ ആ വിശ്രമ കാലഘട്ടത്തിൽ അവർ ആയുധങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്, സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ രൂപകൽപ്പന അവർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല തങ്ങളുടെ ശത്രുവായിരിക്കുന്ന ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കൈവശത്തിൽ എത്രത്തോളം അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ട് എന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് അതിന് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതിനെ തകർക്കാൻ പാകത്തിലുള്ള മിസൈൽ നിർമ്മിതികൾ അവരാരംഭിക്കുകയും ചെയ്തു. അതെല്ലാം അവർ വിജയിച്ചു. പക്ഷേ അവർ ഏത് സമയത്ത് ഒരു യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും ഒഴിഞ്ഞു മാറുന്ന രാജ്യത്തിൻ്റെ പേരായിരുന്നു ഇറാൻ എന്ന് പറഞ്ഞത്. സമാധാനം മാത്രമാണ് തങ്ങൾക്ക് താല്പര്യമെന്ന് ആവർത്തിച്ചുകൊണ്ട് ആയത്തുള്ള അലി ഖംനായി എന്ന അവിടുത്തെ സുപ്രീം ലീഡർ, കൊല്ലപ്പെട്ട സുപ്രീം ലീഡർ, അദ്ദേഹം പറയുകയും ചെയ്യായിരുന്നു. അവരിൽ നിന്ന് അവരുടെ മരണത്തിന് ശേഷം അല്ലെ അവരുടെ കൊലപാതകത്തിന് ശേഷം മറ്റു തരത്തിൽ തീവ്ര ചിന്താഗതിക്കാരുടെ കയ്യിലേക്ക് രാജ്യം പതുക്കെ നടന്നു നീങ്ങി. അവർ മനസ്സിലാക്കുന്ന കാര്യം, അതായത് യുവനിര അധികാരം പിടിച്ചെടുത്തതോടുകൂടി ചിന്താരീതികൾക്ക് വലിയ മാറ്റങ്ങൾ വന്നു. പിന്നെ അവർ പ്രയോഗിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ശക്തിയുണ്ട്, ബലവുമുണ്ട്, ശത്രുക്കളാണെങ്കിൽ നമ്മളെ നിരന്തരം ആക്രമിച്ചിരിക്കുന്നു. ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല, സാമ്പത്തിക ഉപരോധം ഇറാനിൽ ഏർപ്പെടുത്തിയിട്ട് പതിറ്റാണ്ടുകളായി. അതിൻ്റെ ശ്വാസം മുട്ടൽ തീർച്ചയായിട്ടും ഇറാനുണ്ട്. പക്ഷേ പ്രതികരിക്കാനും അതിൻ്റെ അപ്പുറമുള്ള അതിജീവനത്തിനും സാധ്യമാണ് എന്നുള്ളത് നമ്മൾക്കറിയാവുന്നതാണ്. പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ തരത്തിലാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ ഭാഗത്തുള്ള പ്രതികരണം. ആയുധങ്ങളും ശക്തിയും ശത്രുവിൻ്റെ ശക്തിയും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ച ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിരന്തരം നമ്മുടെ താല്പര്യങ്ങൾക്കും, നമ്മുടെ താല്പര്യം എന്ന് പറയുന്ന സമയത്ത് ലെബനാനൊക്കെ ഉദ്ദേശമാണ്, അതിന് നേരെയൊക്കെ ശത്രു ആക്രമിക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തിരിച്ചടി നിർബന്ധമാണ്. അങ്ങനെ യുവനിരയാണ്, അതായത് IRGC നേരിട്ട് കൊണ്ട് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്നത്. 2 തരത്തിലാണ് അവിടെ ഭരണരീതി. ഒന്ന് ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യപരമായ രീതി തിരഞ്ഞെടുക്കപ്പെടുന്ന ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം. രണ്ടാമത് ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായി, അദ്ദേഹം കൊല്ലപ്പെട്ടു. ഇപ്പോൾ അത് മുജ്തബ അലി ഖംനായി എന്ന അദ്ദേഹത്തിൻ്റെ മകനാണ് ഭരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം. ഇത് 2 സംയുക്തമായ രീതി ചേർന്നുകൊണ്ടാണ് ഇറാൻ്റെ ഭരണം നിർവഹിക്കുന്നത്. എന്നാൽ ഗവൺമെൻറ് തലത്തിൽ ജനാധിപത്യ പ്രക്രിയ പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനമായിരിക്കുന്ന നയനിലപാടുകളൊന്നും ഇപ്പോൾ IRGC എടുക്കുന്നില്ല എന്നുമാണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നു. കാരണം സ്വഭാവ രീതികളൊക്കെ നോക്കുന്ന സമയത്ത് അങ്ങനെയാണ്. ഇപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റായിരുന്ന മസൂദ് പെഷഷ്കിയാൻ ഈ അടുത്ത കാലത്തുനിന്ന് ഒരു പത്രസമ്മേളനത്തിൽ വരികയോ അഭിപ്രായങ്ങൾ പറയുകയോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ മാറി ചിന്തിക്കുകയാണ് ഇറാൻ. തങ്ങളുടെ കയ്യിൽ ശക്തിയും ബലവും ഉണ്ട്, പിന്നെ എന്തിന് തങ്ങൾ പ്രതികരിക്കാതിരിക്കണം? ഇസ്രായേലിനെ ഭയപ്പെട്ട് പേടിച്ച് നിൽക്കുന്ന ആ കാലം കഴിഞ്ഞു. അത് അസ്തമിച്ചു പോയിരിക്കുന്നു. ഇസ്രായേൽ സിമ്പിളാണ്, നമുക്ക് ആക്രമിക്കാവുന്നേ ഉള്ളൂ, നമ്മളെ കയ്യിൽ ഒതുക്കാവുന്നതേ ഉള്ളൂ.
തങ്ങളത് 2025 തെളിയിച്ചിട്ടുണ്ട്, 2026 ആദ്യഘട്ടത്തിൽ തെളിയിച്ചിട്ടുണ്ട്, അത് ഫെബ്രുവരി മാസത്തിൽ തുടങ്ങിയ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തെളിയിച്ചിട്ടുണ്ട്. തങ്ങളിപ്പോഴും ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ആക്രമണം തുടരുകയും ചെയ്യും എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയും അതേപോലെ തന്നെ ഈ ഇറാൻ്റെ സ്പീക്കർ മുഹമ്മദ് ബാഖിർ കാലിബാഫും വളരെ കൃത്യതയോടുകൂടി പറഞ്ഞ് ആയതിനാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഭയത്തിലാണ് ഇപ്പോൾ അവരുടെ ജീവിത രീതി എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.